പത്തനാപുരമാണ്, തമിഴ്നാടോ അല്ലെങ്കിൽ കർണാടകയോ ഇതര സംസ്ഥാനങ്ങളൊന്നുമല്ല. പത്തനാപുരത്ത് കുഞ്ഞിക്കോടിന് സമീപം വിളക്കുടി എന്ന് പറയുന്ന സ്ഥലമാണ്. ആ സ്ഥലത്താണ് രാജേട്ടൻ്റെ നാരങ്ങാത്തോട്ടം. ചേട്ടാ, ഇത് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്തോ ഒരു വാശിപ്പുറത്തായിരുന്നു അല്ലേ? വാശിപ്പുറം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊറോണ സമയത്തുള്ളൊരു ചെറിയ മൽപ്പിടുത്തം എന്ന് പറയാം തമിഴരുടെ കൂടെ. എന്ന് പറഞ്ഞാൽ തമിഴിലെ ഒരു സ്ത്രീയുടെ നിന്ന് സ്ഥിരമായിട്ട് വാങ്ങിക്കൊണ്ടിരുന്നതാണ് നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്ന നാരങ്ങ. അവിടെ ചെന്നപ്പം 250 രൂപ ഒരു കിലോയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവർ തരത്തില്ല, അതും കേട് സഹിതം. അതുപോലെ അവിടെ വെച്ചിട്ട് അവരോട് വഴക്ക് കൂടാതെ മനസ്സിൽ ഒറ്റ വാശിയെടുത്ത് ഇതിനി വാങ്ങുന്ന പ്രശ്നം തമിഴന്മാരുടെ നിന്നില്ല. നമ്മുടെ സഹോദരങ്ങളാണ് തമിഴന്മാർ, എങ്കിലും നമ്മുടെ ഒരൊറ്റ വാശിയാണ്. നന്നായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഇട്ടിടെ നല്ല നാരകം കിട്ടുന്ന സ്ഥലം ഇവിടെ ഉണ്ട്, എങ്ങനെ കിട്ടും, എവിടുന്ന് കൊണ്ടുവരാം. അന്നേരം ഒരു കക്ഷി തൃശ്ശൂർക്കാരൻ പറഞ്ഞു, അത് ഞാൻ സംഘടിപ്പിച്ചു തരാം, നീ പേടിക്കണ്ട. കരുനാരകമാണോ ഇത്? യഥാർത്ഥത്തിൽ ചെറുനാരകം തന്നെ. ഇതിൻ്റെ വെള്ളത്തിന് നല്ല സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇത് ഞാൻ ഇതുവരെ വെളിയിൽ കൊടുത്തിട്ടില്ല. നമ്മുടെ സുഹൃത്തുക്കൾക്ക് ടേസ്റ്റ് നോക്കാൻ കൊടുത്തിട്ടുണ്ട്. അവർ കൊണ്ടുപോയി പിഴിഞ്ഞിട്ട് പറഞ്ഞാൽ നല്ല സൂപ്പർ നാരങ്ങ, ഇതുപോലുള്ള നാരങ്ങയുടെ വെള്ളം ഞങ്ങൾ ഇതുവരെ കുടിച്ചിട്ടില്ല. ഇതിൻ്റെ കാ ഞങ്ങൾ പറിച്ചതാണ്. ഇത് അടുത്ത പറിക്കാൻ പരുവായി. ഇതുപോലെ ആവേണ്ടതാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരുന്നത്. ഇത് പറിക്കുമ്പോഴത്തേക്കിന് അടുത്ത ഇതേണ്ട സാർ, ഇത് കണ്ടോ, ഈ പൂ നമ്മൾ അടുത്ത കായലേക്ക് വരും. ചേട്ടാ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ നാരങ്ങ, അതായത് നാരങ്ങ വെള്ളം കുടിക്കാനുള്ള ചെറുനാരകം കാണുന്നത്. ഈ നാരകം എന്ന് പറഞ്ഞാൽ ചെറുനാരകമാണോ? ചിലർ പറയുന്നത് ചെറുനാരകം അല്ല എന്ന്. പക്ഷേ ചെറുനാരകമല്ല ഇത്. നമ്മൾ സോഡയും പഞ്ചസാരയോ അല്ലെങ്കിൽ ഉപ്പൂടെ ഒഴിച്ച് നമ്മൾ കടകളിൽ നിന്ന് കുടിക്കുന്ന വെള്ളവും ഇതുമായിട്ട് സാറൊന്ന് കുടിച്ച് നോക്കണം. അന്ന് സാറ് പറയും ഇത് എന്ത് ടേസ്റ്റാണ്, ഇത് ഏത് നാരകമാണെന്ന്, ഏത് നാരങ്ങയാണെന്ന്. കായൽ വെയിറ്റ് കയറുമ്പോൾ നാരകത്തിൻ്റെ കമ്പ് താണ് നമ്മളെ കാണിക്കത്തില്ല. വൻ കള്ളന്മാരുടെ സ്വഭാവം നാരകം. വലിപ്പം തന്നെ കണ്ടില്ലേ? ഒരു 3-4 നാരങ്ങ വന്നു കഴിഞ്ഞാൽ ഒരു അര കിലോയ്ക്ക് അടുത്ത് വലിപ്പം വരുന്ന നാരങ്ങ. ഇത് നമ്മളിന്ന് ഓണത്തിൻ്റെ പറിച്ച് ഞാൻ നമ്മുടെ കൃഷിഭവൻ, വിളക്കുടി കൃഷിഭവനിൽ നമ്മുടെ നാരങ്ങയേ ഉള്ളൂ. അത് പറിച്ചതിന് ശേഷമുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഒരുമാതിരിപ്പെട്ട വിളവെടുക്കാളെല്ലാം നമ്മളിപ്പം വിളവെടുത്ത് കഴിഞ്ഞു. ഈ സൗത്ത് ഇന്ത്യയിൽ ലെമൺ മാർക്കറ്റ് എന്ന് പറയുന്നത് പുളിയാങ്കുടിയാണ്, തമിഴ്നാട്ടിലെ. പുളിയാങ്കുടി പോയി ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ആ പുളിയാങ്കുടി ടൗണിൻ്റെ 40 ഏക്കർ ചുറ്റളവിലാണ് നാരകത്തോട്ടം ഉള്ളത്. പക്ഷേ നമ്മുടെ നാട്ടിലെങ്ങും ഇങ്ങനെ സമാനമായ രീതിയിലുള്ളൊരു നാരകത്തോട്ടം കണ്ടിട്ടില്ല. എന്തായാലും ഒരു വാശിയിൽ നിന്ന് തുടങ്ങിയതാണ്. ഈ പ്രദേശത്ത് ഒരു വിഷവും അടിക്കാത്ത നല്ല രീതിയിലുള്ള നാരകം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, വിതരണം ചെയ്യുന്നുണ്ട്. പ്രവാസിയായിരുന്നു ചേട്ടനും ചേച്ചിയുണ്ട്. പ്രവാസ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് അവർ ഈ നാരക കൃഷി, നാരങ്ങ മാത്രമല്ല മറ്റുള്ള പലതരത്തിലുള്ള കൃഷികളുണ്ട്, അവയെല്ലാം കൂടി ചേർത്ത് മുന്നോട്ട് പോവുകയാണ്. ഏതായാലും സാറേ, ഈ ഷട്ടിലുകളിയും ഓട്ടവും ചാട്ടവും ഒന്നുമില്ല. രാവിലെ ഇനി ചാടും, ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കും. നല്ലൊരു മോർണിംഗ് വാക്ക്, പറക്കാൻ ഇഷ്ടം പോലെയാണ്. നമ്മൾ വന്നിട്ട് സന്തോഷത്തോടെ നമ്മൾ പോകുന്നത്. ചേച്ചി, അപ്പം ഗംഭീരമായിട്ട് പോട്ടെ ചേട്ടാ. ഓക്കെ. രാജൻ ചേട്ടൻ ഒരു രക്ഷയില്ലല്ലേ, കിടുവാണ്. കണ്ണൻ നായരുണ്ട്. ഈ രാജൻ ചേട്ടനെ പറ്റി, രാജൻ ചേട്ടൻ്റെ ഇതൊരു പ്രതികാരമാണല്ലോ, വല്ലാത്ത പ്രതികാരം. അതാണ് അദ്ദേഹം ചെയ്തു തീർത്തത്. ഇങ്ങനെ നിറയെ ഹരിതാഭയും പച്ചപ്പൊക്കെ ആയിട്ട് നാരങ്ങകൾ ഇങ്ങനെ കുലച്ച് നിൽക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നത്. കണ്ണൻ ചേട്ടാ, ഞാൻ വിചാരിച്ചു, ഇതിൻ്റെ ഒരു ഇൻട്രോ വായിക്കുന്ന സമയത്ത് വിചാരിച്ചു, ഈ കൊല്ലംകാരെ പറ്റി പൊതുവെ പിശുക്കന്മാരെന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഈ കേടായ നാരങ്ങ മാറ്റി കൊടുക്കാത്തതുകൊണ്ട് അദ്ദേഹം വല്ല നിയമ പോരാട്ടമൊക്കെ നടത്തി അങ്ങനെ പൈസ നേടിയെടുത്തു, അതായിരിക്കും കഥ എന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ വൻ ട്വിസ്റ്റായിപ്പോയി. ഇതിപ്പോൾ കാണാൻ ഒരു നാരങ്ങ തോട്ടം തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. പറയൂ. കൊല്ലക്കാർ പിശുക്കന്മാരൊന്നും അല്ല കേട്ടോ. കൊല്ലക്കാർ നല്ല ആൾക്കാരെ സഹായിക്കുന്ന ആൾക്കാരാണ്, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. ഇതൊരു റിവെഞ്ച് അല്ലെങ്കിൽ ഒരു രാജേട്ടൻ്റെ പ്രതികാരം എന്ന് വേണേൽ പറയാം. കാര്യം മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയില്ല, അതിന് സമാനമായ രീതിയിൽ രാജേട്ടൻ്റെ പ്രതികാരം എന്ന് പറയാം. ഈ കോവിഡ് സമയത്ത് നമ്മളൊക്കെ തന്നെ കരിഞ്ജീരകവും നാരങ്ങയും ഒക്കെ തന്നെ ചേർത്ത് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ കൂടുതൽ പ്രതിരോധശേഷി കിട്ടുമെന്നുള്ള ഒരു സംസാരമുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വെള്ളം കുടിച്ച് നമ്മൾ മുന്നോട്ട് പോയിട്ടുമുണ്ട്. അങ്ങനെ ഉള്ള രീതിയിൽ എല്ലാ ദിവസവും നാരങ്ങ വേണ്ടി ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഔഷധ പാനീയം തിളപ്പിക്കാൻ വേണ്ടിയാണ് ഈ പുല്ലൂർ പോയി നാരങ്ങ വാങ്ങിയത്. കാരണം ഏതാണ്ട് 270 രൂപയോ മറ്റോ ആണ് 1 കിലോ നാരങ്ങയ്ക്ക് ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ വിൽപ്പനക്കാർ പറഞ്ഞത്. പക്ഷേ അതിനകത്ത് 1-2 നാരങ്ങ അളിഞ്ഞതായിരുന്നു, ചീത്തയായ നാരങ്ങയായിരുന്നു. അതൊന്ന് മാറിത്തരാൻ പറഞ്ഞിട്ട് ആ സ്ത്രീ അതിന് തയ്യാറായില്ല. അതോടുകൂടിയാണ് ഈ രാജൻ ചേട്ടൻ്റെ പ്രതികാരം തുടങ്ങുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ആ പ്രദേശത്താകെ ഉള്ള ആൾക്കാർക്ക് നല്ല നാരങ്ങ, പലതരത്തിലുള്ള പല വലിപ്പത്തിലുള്ള നാരങ്ങ ലഭിക്കുന്നു എന്നുള്ളതാണ്. വിളക്കുടി പഞ്ചായത്തിൻ്റെ മാർക്കറ്റിലാണ് ആ നാരങ്ങ വിൽക്കുന്നത്. ഒരു വിഷവും അടിക്കാത്ത നല്ല രീതിയിലുള്ള നാരങ്ങ. എനിക്ക് അവിടെ ചെന്നപ്പോൾ ഒരു അത്ഭുതം തോന്നി. കാര്യം സാധാരണ ഇങ്ങനെ ഒരു പടർന്ന് പന്തലിച്ച് നാരകം നിൽക്കുന്നത് നമ്മൾ കാണാറില്ല. പക്ഷേ കരുനാരകമൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷേ ചെറുനാരങ്ങ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് വളരെ സാധാരണമാണ്. പക്ഷേ അത് ആ തോട്ടത്തിലേക്ക് ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത്. രാജേട്ടനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അടക്കമുള്ള ആൾക്കാർ രാവിലെ ആ തോട്ടത്തിലേക്ക് എത്തും.
അവിടെ നിന്ന് നാരങ്ങ പറിച്ചെടുത്ത് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ അവിടെ ആൾക്കാർ ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് വിതരണം ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. അതൊരു സന്തോഷമാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹം പ്രവാസിയായിരുന്നു, അതിനുശേഷം നാട്ടിൽ വന്ന് സെറ്റിലായിരിക്കുകയാണ്. പക്ഷേ ഈ കൃഷിയോടുകൂടി വലിയ രീതിയിലുള്ള സന്തോഷം, രാവിലെ ഇവിടേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നല്ല ശുദ്ധവായുവുണ്ട്, താൻ കൃഷി ചെയ്യുന്ന ഒരു കൃഷിയിടത്തിൻ്റെ ഒരു അവിടെ എത്തുന്ന ഒരു സന്തോഷമുണ്ട്. അങ്ങനെയൊക്കെ തന്നെ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതൊരു വാശിപ്പുറത്താണ് ഇത്തരത്തിലുള്ള ഒരു നാരങ്ങ കൃഷിയിലേക്ക് പോയതെങ്കിൽ പോലും ഈ നാരങ്ങ കൃഷി തമിഴ്നാട്ടിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലും സംബന്ധിച്ചിടത്തോളം നയന മനോഹരമാണ്. ആദ്യം തന്നെ അത്തരത്തിലൊരു ഈ കൃഷിപ്പാടം, പൂന്തോട്ടം ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മളും ഭയങ്കര പോസിറ്റീവ് ആവുകയാണ്. ആ കാഴ്ചയാണ്. ഇതൊരു പ്രതികാരമാണ്, മധുര പ്രതികാരമാണ്. മധുരവും പുളിയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു അടിപൊളി നാരങ്ങ പ്രതികാരം എന്തായാലും കിടുവായിട്ടുണ്ട്.